കോഴിക്കോട് താമരശ്ശേരിയിൽ വീട്ടിൽ കയറി ഗുണ്ടാക്രമണം, 6 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവറായ നൌഷാദിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. നൌഷാദ്, പിതാവ് ഹംസ, മാതാവ് മൈമുന, ഭാര്യ മുനീറ, ബന്ധുക്കളായ ഷാഫി, ഷംനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതേ സംഘത്തിൽ നിന്ന് നൌഷാദിന് മർദ്ദനമേറ്റിരുന്നു. വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു സംഘർഷം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് ചികിത്സ കഴിഞ്ഞ് എത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടന്നത്. ഭീഷണിയെ തുടർന്ന് 2 പോലീസുകാരെ നൌഷാദിന്റെ വീടിന്റെ പരിസരത്ത് നിയോഗിച്ചിരുന്നു. ഇവർ നോക്കി നിൽക്കെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും തല്ലി തകർത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗറുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ചങ്ങനാശ്ശേരിയിൽ 31.116 ഗ്രാം ബ്രൗൺ ഷുഗറുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ചങ്ങനാശ്ശേരി പായിപ്പാട് നിന്നാണ് ബംഗാൾ സ്വദേശി ഫിറോസ് ഹുസൈൻ എന്നയാളെ ബ്രൗൺ ഷുഗറുമായി അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് അറിയിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു JS നടത്തിയ പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ AS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K ഷിജു, ഗോപകുമാർ PB, അമൽദേവ് D, ഡ്രൈവർ ജോഷി വർഗീസ് എന്നിവരും പങ്കെടുത്തു. ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാൾക്ക് ദാരുണാന്ത്യം. മണ്ണാർക്കാട് കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട 3 കുട്ടികളിൽ ഒരാൾ മരിച്ചു. ചെർപ്പുള സ്വദേശിനി റിസ്വാനയാണ് മുങ്ങി മരിച്ചത്. 19 വയസ്സായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. കൊടുവാളിപ്പുറം സ്വദേശിയായ ബാദുഷയും കരിവാക്കണ്ട് സ്വദേശിയായ ഡീമ മെഹവയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇരുവരെയും മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപം ഇന്ന് വൈകിട്ടോടെയാണ് അപകടം നടന്നത്. ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ 3 പുഴയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാരും ട്രോമ കെയർ വോളണ്ടിയർമാരും ചേർന്ന് ഇവരെ കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റിസ്വാനയുടെ ജീവൻ നഷ്ടമായിരുന്നു. കാരാക്കുറിശി ഗ്രാമപഞ്ചായത്തിലെ അരപ്പാറയിലുള്ള കുട്ടികളാണ് 3 പേരും. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവല്ലയിൽ കിണറ്റിൽ അസ്ഥികൂടം. പത്തനംതിട്ട തിരുവല്ലയിൽ കിണറ്റിൽ അസ്ഥികൂടം കണ്ടെത്തി. ഈസ്റ്റ് ഓതറ പഴയകാവിൽ ആളൊഴിഞ്ഞ പുരയിടത്തിലെ കിണറ്റിലാണ് സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടം കണ്ടെത്തിയത്. കിണർ വൃത്തിയാക്കിയപ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് അസ്ഥികൂടം പുറത്തെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. ജോലിക്കാരി അറസ്റ്റിൽ. കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പായിക്കാട് വായനശാല ഭാഗത്ത് അമ്പലത്തുമാലിയിൽ വീട്ടിൽ രാഗിണിയെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൂട്ടുവേലി ഭാഗത്തുള്ള അപ്പാർട്ട്മെന്റിൽ വീട്ടുജോലിക്കായി നിന്നിരുന്ന ഇവർ ഇവിടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല, കമ്മൽ, ലോക്കറ്റ്, മോതിരം എന്നിവ ഉൾപ്പെടെ 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. ഓരോ തവണയും മോഷണത്തിന് ശേഷം സ്വർണം ഇവർ നാഗപ്പടത്തുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം കൈക്കലാക്കുകയും ചെയ്തിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്തിയത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണം മുതൽ നാഗമ്പടത്തുള്ള പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു.